രഞ്ജിതയ്ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിലെടുത്തു. നിയാസ് റഹ്മാനുണ്ട്. നിയാസ്, ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള കണക്ടിംഗ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞാനിങ്ങ് എത്തിയെന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് വരേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് വിമാന അപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് മണിക്കൂറുകളായിട്ട് ആ രഞ്ജിതയുടെ വീട്ടുകാരും ആ രണ്ട് പിഞ്ചു മക്കളുടെ അവസ്ഥയും അതൊക്കെ ന്യൂസിൽ കൂടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് ഒരുപാട് വിഷമമാണ് തോന്നുന്നത്. ആ ഒരു ന്യൂസ് വന്നതിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ആൾക്കാരാണ് എങ്കിൽ പോലും നമ്മുടെ മനസ്സ് കിടന്ന് പിടയ്ക്കുവാണ്. ആ കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് നമുക്ക് വിഷമം ഉണ്ടാവുകയാണ്. അപ്പൊ അവരുടെ ആ ഒരു കുടുംബത്തിന്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കാം? നമുക്ക് ചുറ്റിലും വിവരവും തീരെ മനസാക്ഷി തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില ചെറ്റകൾ നമുക്ക് ചുറ്റിലും താമസിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറയുന്ന ഒരു ചെറ്റ ഈ രഞ്ജിതയുടെ പോസ്റ്റിനടിയിൽ, അതായത് ഈ രഞ്ജിതയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റിനടിയിൽ ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്. അവന് ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരുത്തനാണെന്ന് പറഞ്ഞിട്ടാണ് അവന് ഇത്ര നല്ല പദവിയിലിരിക്കുന്ന ഒരു ജോലി ഉള്ളവനാണ് ഇത്ര വൃത്തികെട്ട ഒരു പോസ്റ്റ്, ആ ഒരു കമന്റ് അവൻ ഇട്ടിരിക്കുന്നത്. അവൻ പബ്ലിക്കായിട്ട് ഇത്രമേ വന്നൊരു കമന്റ് ഇടണമെങ്കിൽ അവന്റെ ഒരു നിലവാരം, അവന്റെ ഒരു എന്താ പറയുക, അവന്റെ മനസ്സ്, ആ നികൃഷ്ടമായ മനസ്സ് എന്താണെന്നൊന്ന് എല്ലാവരും അറിയണം. എന്തായാലും ആ അവനാണെങ്കിൽ ഇട്ടിരിക്കുന്ന കമന്റ് നമുക്കൊന്ന് കാണാം. ആ ചെറ്റയിട്ട കമന്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കും കേട്ടോ. ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു. കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി. കിട്ടേണ്ടത് കിട്ടി. ഇതാണ് ആ ചെറ്റയിട്ട, ആ തഹസിൽദാർ എന്ന് പറയുന്ന ആ ചെറ്റയിട്ട കമന്റ് ആണ്. ഇത് ഒരു മരണപ്പെട്ടുപോയ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഈ ചെറ്റ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ഒരു രാജ്യം മുഴുവൻ, എല്ലാ രാജ്യക്കാരും ഈ ഒരു ന്യൂസ് കേട്ട് എല്ലാവരും എത്രത്തോളം മനസ്സ് വേദനിച്ച് ഈ ഒരു ന്യൂസ് കേട്ട് എല്ലാവരും മനസ്സ് നൊന്താണ് ഇരിക്കുന്നത്. അതിനിടയ്ക്ക് ഇവനിക്ക് ഇത്രത്തോളം നികൃഷ്ടമായിട്ടൊരു കമന്റ് ഇടാൻ അവനിക്ക് എങ്ങനെ തോന്നി? അവനൊക്കെ മനുഷ്യജന്മം തന്നെയാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. എന്തായാലും അവനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇവന് സസ്പെൻഷൻ അല്ലായിരുന്നു കൊടുക്കേണ്ടത്. ഇവനെ ജോലിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒരു സ്ത്രീയെ ഇത്രത്തോളം അപമാനിച്ച്, അതും മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെ ഇത്രത്തോളം അപമാനിച്ച് ഇവനിക്കൊക്കെ ജോലിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇവനെയൊക്കെ എടുത്ത് കളയാണ് വേണ്ടത്. എന്തായാലും ഇത്രത്തോളം നികൃഷ്ടമായിട്ടുള്ള വാക്കുകളൊക്കെ അവന്റെ വായിൽ നിന്ന് ഇതൊക്കെ എങ്ങനെ പബ്ലിക്കായിട്ട് ഇടാൻ തോന്നുന്നു അവനിക്ക്? അവന്റെ വീട്ടിലും അവനിക്ക് വൈഫും മക്കളും ഒക്കെ കാണുമല്ലോ. അവരൊക്കെ ഉണ്ടായിട്ടും ഇവനിക്കൊക്കെ ഒരു സ്ത്രീയോട് ഈ മാതിരി മോശം കമന്റ് ഒക്കെ ഇടാൻ എങ്ങനെ മനസ്സ് വരുന്നോ എന്തോ. വ്യത്യാസമുണ്ട്. പക്ഷേ ധന്യയ്ക്കും രഞ്ജിതയ്ക്കും ഇടയിൽ രഹസ്യങ്ങളില്ല. അയൽപ്പക്കക്കാരുമാണ്, ദീർഘകാല സുഹൃത്തുക്കളാണ്. ഏറ്റവും അവസാനം മെസ്സേജ് വന്നതും ധന്യയ്ക്കാണ്. എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം? അതിനകത്ത് ഞാനിവിടെ ബാങ്ക് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് പല സമയത്ത് വിളിച്ച റേഞ്ച് കിട്ടുന്നില്ല. വാട്സപ്പ് കോളാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്തതിനാണ് നാട്ടിൽ നിന്ന് തിരിക്കുന്നതെന്ന് വൈകുന്നേരം എനിക്ക് മെസ്സേജ് ഇടുകയാണ്, ഞാൻ ഇറങ്ങുവാടി. അപ്പം ഞാൻ അവളോട് പറയുന്നുണ്ട് ഹാപ്പി ജേണി എന്ന് പറയുന്നുണ്ട്. നീ എവിടെയായി എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് വീണ്ടും മെസ്സേജ് ഇടുന്നു, ഞാൻ കണക്റ്റിംഗ് ഫ്ലൈറ്റിനാണ്. സാധാരണ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞാനിങ്ങ് എത്തിയെന്ന് പറഞ്ഞ് അടുത്ത മെസ്സേജ് വരേണ്ടതാണ്. മെസ്സേജ് അയച്ച കൂട്ടുകാരിയാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ കേട്ടിട്ട് ഒരു പരിചയമില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് ഇത്തരം ഊളത്തരമായിട്ട് ഇങ്ങനെ ചില കഴുകന്മാര് നമുക്കിടയിലുള്ളത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ആളുകളുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ. ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം. അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറെ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ. ഈ തഹസീൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കാൻ കഴിയാത്തതാണ്. ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസീൽദാറാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത്. അസഭ്യം നിറഞ്ഞ, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസീൽദാർ ഉപയോഗിച്ചിരുന്നത്. ഫേസ്ബുക്കിൽ വന്നിട്ട് ചില നരമ്പന്മാര് ഇങ്ങനെ വന്നിട്ട് ഊള കമന്റുകൾ ഇടും. ഇതിപ്പോ ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്തു. അതിനെതിരെ ഉടൻ തന്നെ ആക്ഷൻ എടുത്ത് അവന്റെ ജോലിയും നിർപ്പിക്കുകയും ചെയ്തു.
എന്തായാലും ഇതുപോലെ എത്രയോ എണ്ണം ശ്രദ്ധയിൽപ്പെടാത്തതായിട്ടുണ്ടാവും. ഇവന്റെയൊക്കെ വീട്ടിലാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത് എങ്കിൽ ഇവനൊക്കെ ഈ മാതിരി വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങൾ പറയുവോ? ഇതുപോലുള്ള കമന്റുകളൊക്കെ ഇടുവായിരിക്കുമോ? അവന്റെ വീട്ടിലും ആർക്കെങ്കിലും ഇതുപോലൊരു ആപത്തോ എന്തെങ്കിലും ഒരു അപകടമോ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്മാര് വന്നിരുന്ന് ഇതുപോലെ ചിരിച്ച സ്മൈലും അതുപോലെ ഇങ്ങനെ വന്നിരുന്നിട്ടുള്ള ഊള കമന്റുകളും ഒക്കെ ഇട്ട് അവന്മാര് രസിക്കുമായിരിക്കുമോ? എന്തൊരു ജന്മവോ എന്തോ, എന്തൊരു കാലമോ എന്തോ. ചോദന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസീൽദാർ വന്ന അശ്ലീല കമന്റ് ഇട്ടത്. ഫൈസൽ ചേരുന്നു വിവരങ്ങളുമായി. ഫൈസലെ പറയും. അത് തന്നെയാണ്. ഇദ്ദേഹം ഒരു അശ്ലീല പോസ്റ്റ് ചെയ്യുകയായിരുന്നു, ഇങ്ങനെ കമന്റുകൾ ഇടുകയായിരുന്നു. ആദ്യം ഇദ്ദേഹം തന്നെ ഈ വിമാനത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ജാതീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ രഞ്ജിതയ്ക്കെതിരെ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം അതിന് വന്ന താഴത്തെ കമന്റ് അശ്ലീലമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അങ്ങനെയാണ് ഇത് വ്യാപകമായി ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ അങ്ങനെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഓൺലൈനായും മറ്റും നിരവധി സംഘടനകളും ഒക്കെ നൽകുന്നത്. ഫൈസലെ, ഇയാള് കുറെ കാലമായി അവിടെ പ്രവർത്തന നിരതനാണോ, അല്ലെങ്കിൽ ഈ സർവീസിലുണ്ടോ? മറ്റു പരാതികളൊന്നും ഉണ്ടായിട്ടില്ല? സ്ഥിരം കുഴപ്പക്കാരനാണോ? ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖരൻ, മുൻ മന്ത്രിയും MLA യുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ച പേരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇപ്പോൾ 1 മാസം ആകുന്ന. ഇവനിക്ക് ഇത് ആദ്യത്തെ കേസൊന്നും അല്ല കേട്ടോ. ഇവനാണെങ്കിൽ ജാതി അധിക്ഷേപം നടത്തിയതിന്റെ പേരിൽ മുൻപും ഇവനിക്ക് ഇതുപോലെ സസ്പെൻഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവന്മാരെ എന്തിനാണോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ ഇവനെയൊക്കെ ജോലിയിൽ നിന്ന് എടുത്ത് കളയുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ സസ്പെൻഷൻ കൊടുത്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അവന്മാരെ പിടിച്ച് അതിനകത്ത് കയറ്റി ഇരുത്തുകയല്ല വേണ്ടത്. ഒരു സർക്കാർ ജോലിയിൽ ഇരുന്നിട്ടാണ് ഇവന്റെയൊക്കെ ഈ ഒരു തെമ്മാടിത്തരം ഇവനൊക്കെ ഈ കാട്ടി കൂട്ടുന്നത്. ക്കെതിരെ മോശം കമന്റ് ഇട്ട കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിലെടുത്തു. നിയാസ് റഹ്മാനുണ്ട്. നിയാസ്, ഒരു മഹാദുരന്തത്തിന് മുന്നിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ അതിലൊരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൽ കേരളം മുഴുവൻ വേദനയോടെ നിൽക്കുമ്പോഴാണ് ഇത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരാൾ നമുക്കിടയിൽ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വിലസിയത്. അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരാളുടെയും മനസ്സ് വേദനിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ തരത്തിൽ മോശം പരാമർശവുമായി രംഗത്ത് വന്നത്. ഉടനെ തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നത്. നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി കുടുംബത്തോട് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്, സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് വീട്ടുകാരുമായി ആലോചിച്ച ശേഷം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ദുഃഖത്തിലാണ് ഈ നാടൊന്നാകെ ഉള്ളത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു